ഹലോ ഫ്രണ്ട്സ്, ഏൺമണി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് Mxplayer. നമ്മളെല്ലാവരും ഫോണിൽ ഉള്ളതും അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് Mxplayer. നമ്മൾ ഇതുവരെ Mxplayer ഉപയോഗിച്ചിരുന്ന വീഡിയോസ് കാണാനും അതുപോലെ ഷെയർ ചെയ്യാനും മാത്രമായിട്ടായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു ഓപ്ഷനായിട്ടുള്ളതാണ് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് പേടിഎം മണി ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ Mxplayer ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് വെച്ചിട്ടോ ഗൂഗിൾ വെച്ചിട്ടോ ഫോൺ നമ്പർ ഉപയോഗിച്ചോ നമുക്ക് നമ്മളെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഗെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിലാണ് നമുക്ക് പേടിഎം മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണുള്ളതെന്നൊന്ന് നോക്കാം. നമുക്ക് കോപ്പറേറ്റ് വരുന്നുള്ളൊരു ഇതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് മോഡിൽ ഇട്ടിട്ട് സൈലൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസ്, അതായത് നമുക്ക് ഗെയിം കളിച്ച് നോക്കാം. എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ കാർ റേസിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ, അതായത് നമ്മുടെ ഈ ഗെയിം ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കോയിൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ഗെയിമിൽ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്. അപ്പോൾ ടൈം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 34 സെക്കൻഡാണ് ഇനി കാണിക്കുന്നത്. തുടർന്ന് നമ്മൾ ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുക. സിമ്പിളായിട്ടുള്ള ഇത്. വേറെ കാറിൽ തട്ടിയെന്ന് വിചാരിച്ചിട്ട് ഗെയിം ഓവറാവുന്നില്ല. നമുക്ക് ടൈമാണ് ഇതിൽ നമുക്ക് ഗെയിമിൻ്റെ ഡ്യൂറേഷൻ കാണിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഇപ്പോൾ ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. ആ ചെക്ക് പോയിൻറ്റിൽ എത്തുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് സമയം കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ഗെയിം പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്ന ഗെയിമിൻ്റെ പേര് പ്ലസ് മിനിറ്റ്സ്. അതായത് നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഗെയിം കളിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആ ഗെയിം സെലക്ട് ചെയ്യുക. ശേഷം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ നമുക്ക് സമയമില്ല, അതായത് നമുക്ക് ഓരോ മൂവ്സാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ മേലായിട്ട് കാണിക്കുന്നുണ്ട് +1. അതായത് നമ്മൾ ഒരു പോയിൻ്റ് ആഡ് ചെയ്താൽ 3 എണ്ണം ആയിക്കാണ്ട് ഇത് കട്ട് ഓഫ് ആവും. അതെങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് +1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1 1 കൂട്ടിയാൽ 2. അപ്പോൾ ഇവിടെ 2 എന്നായിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി -1, അതായത് നമുക്ക് കൂടുതലായിട്ട് 5 1 കുറച്ചാൽ 4. അപ്പോൾ നമുക്ക് 5 കൊടുത്ത് നോക്കാം. ഇങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്. പിന്നെ -1 കൊടുത്തിട്ടുണ്ട്. -1 കൊടുക്കുമ്പോൾ നമുക്ക് വലുതിൽ നിന്ന് കുറക്കുക ചെയ്തെന്ന രീതിയിൽ ചെയ്താൽ മതി. +2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 2 കൂട്ടി കൊടുത്താൽ 3 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഗെയിം നമുക്ക് കളിക്കാൻ പറ്റുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഗെയിമും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഈ ഗെയിം മതി, നമുക്ക് വീഡിയോ ഡ്യൂറേഷൻ കൂടുന്നത് കൊണ്ട് നമുക്ക് അത് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. യു ക്യാൻ വിന്ന് 2. നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 465ആണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൻ്റെ സമയം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് കളിക്കാം. അതിലേറ്റവും ടോപ്പ് സ്കോറർക്കാണ് ഇതിൽ എമൗണ്ട് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. 20 രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ എത്ര പേർക്കെന്ന് വെച്ചാൽ ഇതാ, ഒരു മിനിറ്റ്, 500 പേർക്കാണ് ഇതിൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കളിക്കാവുന്ന ഒരു ഗെയിം കൂടിയാണിത്. അടുത്ത ഗെയിം നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. അത് ജമ്പ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അത് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് 2 കട്ട കാണിക്കുന്നുണ്ട്. ഒരു സ്ക്വയറും റൗണ്ട്. അതിൽ നമ്മൾ
ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണിത് നമുക്ക് കളിക്കാമെന്നുള്ളതൊന്ന് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാച്ച് നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ആഡ് കാണിക്കും. ആഡ് കട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 16 അതായത് 78ാമത്തെ റാങ്ക്. എനിക്ക് 3 രൂപ ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് കളി കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിം ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ബോൺസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണിത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് ഇട്ടത് കൊണ്ടാണ്, നമ്മൾ പുതുതായി പല ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് കൊണ്ടാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കളിക്കുക എന്നുള്ളത് നോക്കാം. ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾക്ക് സിമ്പിളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. അതാണ് പറഞ്ഞത്, എനിക്കിത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി തോന്നുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ റാങ്ക്. അതായത് നമുക്ക് 90ാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. 30 സ്കോർ എടുത്തപ്പോൾ തന്നെ നമുക്ക് 90ാമത്തെ റാങ്ക് കിട്ടി. 3 രൂപ വിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ്. പക്ഷേ ഒരു സെക്കൻഡ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ഓഫ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. അപ്പോൾ നമ്മുടെ റാങ്ക് 50. ഇതിലെങ്ങനെയാണ് പ്രൈസ് എന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് ഈ 40 വരെയുള്ള റാങ്കുള്ളവർക്ക് 2 രൂപ വെച്ചിട്ട് വരെ കിട്ടുന്നുണ്ട്. ഫസ്റ്റത്തെ 5 പേർക്ക് 50 രൂപ, 10 രൂപ. അങ്ങനെയുള്ള ഗെയിമാണ് ഇതിൽ. പിന്നെ ബബിൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ MX പ്ലെയറിൽ മാത്രം നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. വേറെയുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതൊന്നും ഇതിൽ ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട്, അതായത് MX പ്ലെയർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കളിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണിത്. ഗെയിമാണിത്. എല്ലാ ഗെയിമും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യൽ. അപ്പോൾ നമ്മുടെ സമയം, അതായത് ലൈഫ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. എനിക്ക് വെറും 17 സ്കോർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഗെയിമിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രം ഇത് ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റാങ്കിൻ്റെ, അതായത് നമുക്ക് പ്രൈസ് ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ 50 പേർക്കാണ് ഇതിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിം ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ഫ്രൂട്ട് കട്ടർ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നല്ല കളിച്ചിട്ടുള്ളൊരു ഗെയിമാണിത്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് ഫ്രൂട്ട് കട്ടർ എന്ന് പറയുന്നത്. നമ്മളെക്കാട്ടിലും നല്ല രീതിയിൽ കളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അനിയന്മാരായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇതിനും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുള്ളൂ. അപ്പോൾ 3 ലൈഫുണ്ട്. ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബോംബ് കിട്ടിയിട്ട് നമ്മളെ ലൈഫ് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇതിൽ നമുക്ക് 1300 പോയിൻ്റ് ലഭിച്ചത്. അപ്പോൾ ഇതിൽ 5 രൂപയാണ് ഫസ്റ്റ് പ്രൈസിനുള്ളത്. എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രൈസ് കൊടുക്കുന്നത് ടോട്ടൽ 380 പേർക്ക് വരെ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്
അടുത്ത ഗെയിം ഒന്ന് പരിചയപ്പെടാം. ഇത് എങ്ങനെയാണെന്ന് എനിക്കും കറക്റ്റ് അറിയില്ല, എന്നാലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഇതിൽ കൂടുതൽ പോയിൻ്റ് ഒന്നും എടുത്തില്ല. ഇതിൽ ഒരു 3 ആരോ ഉണ്ട്, അതായത് നമുക്ക് അമ്പുണ്ട്. അത് നമുക്ക് ചെയ്ത് കണ്ടുള്ളതാണ്. കറക്റ്റ് എനിക്കിത് അറിയില്ല, ഉള്ളത് പറയാലോ. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഈ ഗെയിം. അപ്പോൾ എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതൊരു അടിപൊളി ഗെയിമാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് കളിക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു ബലൂണുണ്ട്, ഒരു റൗണ്ട് സർക്കിളുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫ്രണ്ടിലുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഈ റൗണ്ട് സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബലൂണിന് ടച്ച് ചെയ്താൽ നമ്മുടെ ഗെയിം ഓവറാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ വിളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും കളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബലൂണ് എത്ര ഉയരത്തിൽ എത്തിക്കാൻ പറ്റുന്നോ അതിനനുസരിച്ച് നമുക്ക് സ്കോർ ലഭിക്കും. അതിനനുസരിച്ചാണ് നമ്മളെ റാങ്കും വരുന്നത്. അപ്പോൾ ഇതിലുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തതിൽ 10 പേർക്കാണ് സമ്മാനം കൊടുത്തിട്ടുള്ളത്, പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 രൂപ വെച്ച് കണ്ട് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗെയിം ഉപയോഗിച്ച് നമുക്ക് Mxplayerൽ എമൗണ്ട് ഏൺ ചെയ്യാം. ഇനി ഇതെങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രീൻ മാർക്കിലായിട്ട് നമ്മുടെ പണത്തിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിലുണ്ട് നമുക്ക് നമ്മളെ Paytm നമ്പർ, ക്യാഷ് ഔട്ട് എന്നുള്ളത്. അതിൽ മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 5 രൂപയും ഡെയിലി, അതായത് 20 രൂപ നമുക്ക് മാക്സിമം ആയിട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് കോയിൻസ് ഉണ്ട്. ഈ കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിലിം, അതായത് പ്രീമിയം മൂവീസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻവിറ്റേഷൻ കോഡ് കൊടുത്താൽ നമുക്ക് 100 പോയിൻ്റ് കിട്ടും. അപ്പോൾ ഡെയിലി ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് 50 കോയിൻസ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വേറെയും ഉണ്ട്. ഇപ്പോൾ ഫിലിം മാത്രമല്ല, നമുക്ക് വേറെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് 100 രൂപ, അങ്ങനെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഓരോ ദിവസവും ഓരോ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ